പൊളിറ്റിക്കൽ സറ്റയർ, അതൊരു പാർട്ടിയോ ഒരു സംഘടനയോ അതിന് നേതാവോ ഒന്നുമില്ല. സത്യത്തിൽ അതൊരു ആൾക്കൂട്ടമാണ്, അത് പിരിഞ്ഞു പോകും. വളരെ സറ്റയറിക് ആയിട്ടുള്ള സാധനമാണ്, പിരിഞ്ഞു പോകും ഉറപ്പായിട്ട്. ഇതൊക്കെ വളരെ വളരെ ഒരു നൈമിഷികമായിട്ടുണ്ടാകുന്ന പ്രതിഷേധത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സാധനങ്ങളാണ്. പക്ഷെ അതിനെപ്പോലും അതിനെ ന്യായീകരിക്കുന്ന ഒരു കുട്ടിയോട് പോലും സംസാരിക്കുന്നത് നിങ്ങളുടെ ചരിത്രവും നിങ്ങളുടെ നിലപാട് ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കുമെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിക്കുക, രാഷ്ട്രീയ ബോധം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഈ സമരം ചെയ്യുന്ന ആളുകളോട്, പ്രതിഷേധിക്കുന്നവരോട്, കർഷകരോട്, ദളിതരോട്, സ്ത്രീകളോട് ഇവരുടെ നിലപാട് എന്തായിരിക്കും? ബോക്സിംഗ് റിംഗിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണം നേടിയ പെണ്ണ് ഇപ്പൊ കരഞ്ഞോണ്ട് നടക്കുകയാണ്, കാരണം അവർ രാഷ്ട്രീയ നിലപാട് പറഞ്ഞു എന്നതിന്റെ പേരിൽ. അപ്പൊ വിമർശിക്കുന്ന ഒരു ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ഭാഗമായി വിമർശിക്കുന്ന ഒരു ചെറിയ കുട്ടിയോട് പോലും നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് തിരക്കിക്കോളും, നിങ്ങളുടെ ഹിസ്റ്ററി പരിശോധിച്ചോളൂ എന്ന് പറയുന്നവരുടെ രാഷ്ട്രീയ ബോധ്യങ്ങൾക്കെതിരാണ് ഇത്തരം ആവിഷ്കാരങ്ങൾ. സത്യത്തിൽ അവ ഉണ്ടാകുമ്പോൾ ഇവർ വിറയ്ക്കുകയും പേടിക്കുകയും ഇവർ ചുംബന വിപ്ലവത്തിൽ തുടങ്ങി കശ്മീർ വരെ എത്തുകയും ചെയ്യുമ്പോൾ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുക, ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രമൊന്നും എനിക്കറിയില്ല. ഇദ്ദേഹം പറയുന്നത് കശ്മീർ വിഷയത്തിൽ ഇദ്ദേഹം നിലപാട് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ തന്നെ പാതി ആളുകളും ഗ്രേ ഷെയ്ഡിലായി, അവർ പിന്നെ മിണ്ടുകയില്ല. അങ്ങനെ പറയുന്ന ഒരാളാണ് അദ്ദേഹം എന്ന് വിചാരിക്കുക. അദ്ദേഹത്തെ ഞാൻ തള്ളുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞ അദ്ദേഹത്തിന്റെ പാർട്ടിയാണിതെന്ന് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കൂട്ടമാണിതെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ തള്ളിക്കൊണ്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. എൻ്റെ ഒരു ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് പഞ്ചാബിലെ ഗവർണർക്ക് നിങ്ങൾ എന്നെ കണ്ണുകെട്ടി തൂക്കിക്കൊല്ലരുത്, എന്നെ മുന്നിൽ നിന്ന് വെടിവെച്ചോളൂ എന്ന് ഭഗത് സിംഗ് എഴുതിയ അതേ കാലത്ത് ഞാനും എൻ്റെ ആളുകളും നിങ്ങളുടെ സാമ്രാജ്യത്തിന്റെ ദാസരായി നിന്നുകൊള്ളാം എന്നെഴുതിയ ആളുകളുടെ പാർട്ടി അവരുടെ പൂർവ്വസൂരികളുടെ രാഷ്ട്രീയത്തെയാണോ ഇന്നും പിന്തുടരുന്നത് നമുക്ക് ചോദിക്കാമല്ലോ. ആ ചോദ്യത്തിനോട് പ്രസക്തിയുണ്ട്. ആ ചോദ്യം കൂടി അഡ്രസ് ചെയ്തുകൊണ്ട് വേണം ഇദ്ദേഹത്തിന്റെ കശ്മീർ വിഷയത്തിലെ നിലപാടാണ് ഈ ചെറിയ കുട്ടികളുടെ നിലപാടുകളോട് പോലും നിങ്ങൾ പ്രതികരിക്കുന്ന രൂക്ഷതയും അസഹിഷ്ണുതയും നിർണ്ണയിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ഈ രാജ്യത്ത് ഫാസിസം, പോടാ പുല്ലേ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഇറങ്ങിപ്പോടാ എന്ന് പറയുന്നതോ ആളുകളെ അടിക്കുന്നതോ എല്ലാം ഫാസിസമാണെങ്കിൽ യഥാർത്ഥ ഫാസിസം അഭിപ്രായം പറയുന്ന ചെറു ശബ്ദങ്ങളെ പോലും രാജ്യദ്രോഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റൽ പരിശോധനയുടെ, നിങ്ങളുടെ പൂർവ്വകാല പരിശോധനയുടെ, നിങ്ങൾ പാകിസ്ഥാൻ ബന്ധവൈരികളാണ് എന്നതിന്റെ ഒക്കെ പാരാമീറ്റർ കൊണ്ട് അനലൈസ് ചെയ്യുന്ന ഈ ബഹളം വെച്ച് ഈ ചർച്ചയെ തന്നെ മാറ്റിമറിച്ചില്ല. ഈ ചർച്ചയുടെ സ്വഭാവം തന്നെ മാറിയില്ലേ? ചർച്ചയുടെ സ്വഭാവം കശ്മീരായി, ചർച്ചയുടെ സ്വഭാവം പാകിസ്ഥാനായി, ചർച്ചയുടെ സ്വഭാവം രാജ്യദ്രോഹമായി. എങ്ങനെ ഇത്രയും ജനാധിപത്യപരമായ ഒരു വിഷയത്തിന്റെ ചർച്ചയെ എത്ര എളുപ്പത്തിൽ ഡൈല്യൂട്ട് ചെയ്യാൻ, എത്ര എളുപ്പത്തിൽ മാറ്റിമറിക്കാൻ, എത്ര എളുപ്പത്തിൽ നീറ്റിനെ പറ്റിയുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലല്ലോ. ഈ ലാൽ ബഹദൂർ ശാസ്ത്രിയെ പറ്റി പറയുന്ന ഒരു കാര്യം ഞാൻ ഇപ്പോഴും വൈകാരികമായി ആലോചിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം റെയിൽവേ മന്ത്രിയായിരുന്ന കാലത്ത് ഒരു ട്രെയിൻ അപകടം ഉണ്ടായപ്പോൾ അദ്ദേഹം രാജിവെച്ചു. ഈ രാജ്യത്തെ മാനവ വിഭവശേഷി മന്ത്രി ഇത്രത്തോളം ഗതികെട്ട രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയ തകർന്നിട്ട്, നീറ്റ്, CBSE എല്ലാം തകർന്നിട്ടും അദ്ദേഹത്തിനെതിരെ വെൽ ചൂണ്ടാൻ കോടതികൾ പോലും തയ്യാറാകുന്നില്ല, മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല. അദ്ദേഹം രാജിവെക്കണമെന്ന് ധാർമ്മിക ബോധം അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ പ്രമുഖർക്ക് പോലും മുതിർന്നവർക്ക് പോലും ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഈ ആൾക്കൂട്ടം ഒരു പൊളിറ്റിക്കൽ സറ്റയറിനപ്പുറം അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഈ മുഖ്യധാര, ഈ അധികാരമുള്ള രാഷ്ട്രീയ പാർട്ടികളെ അസ്വസ്ഥരായി DYFIയോ അല്ലെങ്കിൽ SFIയോ ഈ KSയോ ഇവരെ അനുകൂലിക്കുന്നത് ഇവർ രാഷ്ട്രീയമായിട്ടുള്ള ആളുകളായത് കൊണ്ടല്ല, ഇവർ പൊളിറ്റിക്കൽ ആയതുകൊണ്ടല്ല, ഇവർ ആൾക്കൂട്ടമാണെന്ന് അറിയാത്തത് കൊണ്ടല്ല. പകരം ഇവരോട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയനും MA ബേബി പറയുന്നത്, KSU പറയുന്നത്, SFI പറയുന്നത്. അവ നിലനിൽക്കണമെന്ന് പറയുന്നത് അവരോട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ഇവർ പൊളിറ്റിക്കൽ ആയതുകൊണ്ടല്ല, ഇവർ നിലനിന്ന് വിപ്ലവം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടല്ല, ഇവർ ഭരണം പിടിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല, ഇവർ പ്രതിപക്ഷമാവുമെന്ന് വിചാരിച്ചിട്ടല്ല. അതിനോട് പോലും അസഹിഷ്ണുത പുലർത്തുന്നത് വളരെ 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 ജനാധിപത്യ വിരുദ്ധമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.